അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2 ദിവസം മുൻപാണ് സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവനും മമ്മൂട്ടിയെക്കുറിച്ചുള്ള വാർത്തകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞത്. മറുനാടൻ മലയാളി എന്നു പറയുന്ന ചാനൽ കൂടി പുറത്തുവിട്ട വാർത്തക്ക് പിന്നാലെ മറ്റ് ഓൺലൈൻ ചാനലുകളെല്ലാം തന്നെ അത് ഏറ്റെടുക്കുകയായിരുന്നു. പ്രശസ്ത സിനിമാ നടൻ മമ്മൂട്ടിക്ക് ക്യാൻസർ എന്നായിരുന്നു മറുനാടനിലെ വാർത്ത. ഇത് കേട്ട് മമ്മൂട്ടിയുടെ ആരാധകർ പരക്കം പായുകയായിരുന്നു. മാത്രമല്ല മറ്റുള്ള ചാനലുകളും ഈ വാർത്ത ഏറ്റുപിടിച്ചുകൊണ്ട് മറുനാടനെ അനുകൂലിച്ചും മറുനാടനെ പ്രതികൂലിച്ചും വീഡിയോകൾ ചെയ്തു. പിന്നീട് വന്ന പല വാർത്തകൾക്കൊടുവിൽ ഇത് സത്യമാണെന്നും പല ചാനലുകളും സ്ഥിരീകരിച്ചു. ഈ അസുഖം തികച്ചും നിസാരമായ ഒരു അസുഖമാണെന്നായിരുന്നു പിന്നീടുള്ള വാർത്തകളിലൂടെ കേൾക്കാൻ സാധിച്ചത്. എന്നാലും മമ്മൂട്ടിയുടെ ആരാധകർ ഒരു നിമിഷം മമ്മൂട്ടിയെ കാണാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ഇത് നിസാരമായ അസുഖം ആണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം കാണണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുകയായിരുന്നു. അവിടെ തന്നെയാണ് മമ്മൂട്ടിയുടെ മരുമകനും ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമായി. പിന്നീട് പ്രോട്ടോൺ ചികിത്സയ്ക്ക് ശേഷം മമ്മൂട്ടി തിരിച്ച് വീട്ടിലെത്തി. മമ്മൂട്ടിയുടെ ജോലി സിനിമാ ഫീൽഡ് ആണെങ്കിലും മറ്റുള്ള മുസ്ലിം നടന്മാരിൽ നിന്നും വ്യത്യസ്തമായി മമ്മൂട്ടി കൃത്യമായി 5 നേരം നിസ്കരിക്കും, നോമ്പനുഷ്ഠിക്കും, സകാത്ത് കൊടുക്കും, ഒരുപാട് സദക്കകൾ ചെയ്യും, പാവപ്പെട്ടവരെ സഹായിക്കും. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വിശ്വാസിയായിരുന്നു. മാത്രമല്ല മമ്മൂട്ടിയുടെ ഈ 74-ാം വയസ്സിലും മമ്മൂട്ടിയുടെ ശരീരം നല്ല രീതിയിൽ തന്നെയാണ് വെള്ളവും വളവും കൊടുത്ത് പരിപാലിച്ച് കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അർബുദം എന്ന അസുഖം എനിക്കുണ്ട് എന്ന് അറിയുമ്പോൾ ഏത് കൊലകൊമ്പനാണെങ്കിലും മനസ്സ് തളരും, മനസ്സ് പ്രാർത്ഥനകൾ കൊണ്ട് നിറക്കും. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ 27-ാം രാവിൽ മമ്മൂട്ടി സുജൂദിൽ കിടന്നുകൊണ്ട് തൻ്റെ അസുഖം ഭേദമാകുന്നതിനു വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ടുണ്ടാകണം. ചിലപ്പോൾ തൻ്റെ ഭാര്യയായ സുൽഫത്തിനോട് പറഞ്ഞിട്ടുണ്ടാകും, സുൽഫത്തെ നീ കുറച്ചു നേരം പുറത്ത് മറ്റേ റൂമിൽ വിശ്രമിക്കൂ, ഞാൻ ഈ റൂമിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് എൻ്റെ അസുഖത്തിന് വേണ്ടി ശിഫയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ മമ്മൂട്ടി ഭക്തി നിർഭരമായി മമ്മൂട്ടി പ്രാർത്ഥന നിർവഹിച്ചിട്ടുണ്ടാകാം. എന്തൊക്കെ തന്നെയായാലും മമ്മൂട്ടിയുടെ അസുഖം എത്രയും പെട്ടെന്ന് തന്നെ ശിഫയാക്കി കൊടുക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.